ഹായ്, ഇന്ന് നമുക്ക് മീൻ പൊള്ളിച്ചാലോ? ആവോലിയാണ് ഞാൻ പൊള്ളിക്കാനെടുത്തത്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, എൻ്റെ അമ്മൻ്റെ അനിയത്തി എനിക്ക് കൊടുത്തയക്കണതാണ്. ആവോലിയും കൂന്തളും എല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ഉണ്ടായിരുന്നു. അത് മീൻ ബിരിയാണി വെച്ച്. ബിരിയാണി ഞാനല്ല വെച്ചത്, എൻ്റെ അമ്മയാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് ഞാൻ മസാലയൊക്കെ റെഡിയാക്കി. സാധാ മീൻ പൊരിക്കണ മസാല തന്നെയാണ്. അതിലോട്ട് ലേശം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് മീൻ മസാല ഇട്ടിക്കണേ. എനിക്ക് മീൻ മസാല മീൻ പൊരിച്ചതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മസാല പുരട്ടി മീനിനെ അവിടെ മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ മറ്റേ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് ഉലുവട്ടത് മീനായതിനെ കൊണ്ടാണ് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത്. അതിന് ശേഷം ഭയങ്കര മടി കാരണം 3/4 ഭാഗം ഞാൻ വലിയുള്ളിയാണ് എടുത്തത്, 1/4 ഭാഗമേ ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് ചെറിയുള്ളി ഇരിക്കാൻ. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് എന്നിട്ട് അത് അടച്ചു വെച്ച് അതൊന്ന് കുക്കായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് മസാലകളൊക്കെ ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഗരം മസാല ഇട്ട് കൊടുത്ത്, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത്, മീൻ മസാല ഇട്ട് കൊടുത്ത്. മീൻ മസാല ഇട്ട് കൊടുത്താൽ മീനിൻ്റെ ഐറ്റംസിനൊക്കെ നല്ല ടേസ്റ്റാണ്. പെരിഞ്ചീരകമാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് അതിന് ശേഷം അത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് പെപ്പർ പൊടി ഇടാൻ മറന്നിനും അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം അത് ഒന്നുകൂടെ കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്ത്. തക്കാളിയും 2 തക്കാളിയാണ് എടുത്തത്. അതൊക്കെ ചേർത്ത് മസാല അവിടെ കുക്കാവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് മീൻ പൊരിക്കുകയാണ്. മീൻ പൊരിക്കുമ്പോൾ ആദ്യം തന്നെ കറിവേപ്പില ഇടണേ, അല്ലെങ്കിൽ ഭൂകമ്പം കഴിഞ്ഞ അവസ്ഥ വരും. എൻ്റെ മീൻ എപ്പോൾ പൊരിച്ചാലും അങ്ങനെ ഉണ്ടാവാം. ഇതാരോ പറഞ്ഞു തന്നതിന് ശേഷം എപ്പോൾ പൊരിച്ചാലും നല്ല ഫ്രഷായിട്ട് കിട്ടും. എന്നിട്ട് 4 ആവോലിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് അപ്പോഴേക്ക് ഞാൻ മറ്റേ മസാലയിൽ ലേശം കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മസാല റെഡി ആവാൻ വേണ്ടിയിട്ട്. ഒരു കുഴമ്പ് പരുവത്തിൽ വേണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് മീൻ റെഡി. ഇനി നമുക്ക് വാഴയില എടുത്ത് മസാല നിരത്തി കൊടുക്കാം. മസാല നിരത്തി കൊടുത്തിട്ട് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. 1-2 മീൻ നല്ലോണം കിട്ടിയിട്ടുള്ളൂ. ബാക്കി എൻ്റെ ആക്രമണം കാരണം പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഒന്നേ നിങ്ങൾ കാണുന്നുള്ളേ. എന്നിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒരു പാൻ വെച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കാം. 2 പാനായിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ആ ആവിയും കൂടെ വരുമ്പോൾ റെഡിയാവും. ഇത് എൻ്റർടൈൻമെൻ്റാണ് കാണുന്നത്. ലാസ്റ്റ് അതിൽ നിന്ന് ഒരു പൊട്ടിത്തെറി കേട്ടപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. അപ്പോഴേക്ക് മീൻ റെഡിയായി മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് ഇതാ പ്ലേറ്റിംഗ് തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് രാത്രി 11:30 ആയിട്ടുണ്ട്. അപ്പം ഗസ്റ്റൊക്കെ ക്ഷീണിച്ച് ചിരിയൊന്നും മുഖത്തിന് വരൂല. അപ്പോൾ കൈ പൊള്ളണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണിന്ന് വായിൽ വെച്ച് കൊടുക്കുന്നത്. പത്തിരീൻ്റെ കൂടാണ് നമ്മൾ രാത്രി ഇത് കഴിച്ചത്. വാവ്! അപ്പോൾ അതാ ടേസ്റ്റൊക്കെ നോക്കി 2 ആൾക്കും വാരി കൊടുത്ത്. അപ്പോൾ ഓക്കെ, ബായ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.